ഇത് മാസ് മോട്ടോഴ്സിതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഓയിൽ കയറി കത്തി ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ആക്സിലേറ്റർ കേബിൾ, അതായത് ആക്സിലേറ്റർ സ്റ്റക്കായ ഒരു കണ്ടീഷനിൽ വണ്ടി നിന്നായിരുന്നേ. പെട്രോൾ ഓവർഫ്ലോ ആണ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റണ്ണിങ്ങിൽ ഓഫ് ആണ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബോഡി സ്ക്രൂ കാര്യങ്ങൾ റെഡിയാക്കുക, സ്പീഡോമീറ്റർ ബോഡി സ്ക്രൂ പോയിട്ടുണ്ടായിരുന്നു, അതൊന്ന് സെറ്റ് ചെയ്യുക, സ്പീഡോമീറ്ററിൻ്റെ ബൾബ് ചെക്ക് ചെയ്യുക, അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ കത്തി പോണ മെയിൻ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൻ്റെ ആയിരുന്നു. അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ വണ്ടി ഇപ്പോൾ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ വാറണ്ടി നമ്മുടെ വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വാറണ്ടി നമ്മൾ പറയണത്. അപ്പോൾ അത് വർക്കിംഗ് ആക്കിയിട്ടാൽ തന്നെയാണ് നമുക്ക് വാറണ്ടി കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിക്കടെ സെൽഫ് മോട്ടറും കൂടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ അത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ല. അതിന് ശേഷം നമ്മൾ സെൽഫിൻ്റെ കേസും കൂടി നമ്മൾ ഉൾപ്പെടുത്തി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തേക്കണതും മാറ്റിയേക്കണമായ പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് കുറച്ച് വർക്കുകൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. ചെയിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, ചെയിൻ സൗണ്ട് ഉണ്ട്. നമ്മൾ ഓടുന്ന സമയത്ത് വണ്ടി ചെയിൻ സൗണ്ട് കാണിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ അടിയുണ്ട്, കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്. വീൽ വെയറിങ് ഫ്രണ്ടിലത്തെ പോയി തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇത്. പിന്നെ ബാക്കിലത്തെ ടയർ തീർന്നിട്ടുണ്ട്. ഫ്രണ്ട് ടയർ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ടയറിൻ്റെയും കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. ഫ്രണ്ട് ടയറും വലിയ താമസിച്ചാണ്ട് മാറ്റിയിട്ടുണ്ട്. തൽക്കാലം ഉപയോഗിക്കാം. ബാക്ക് ടയർ എമർജൻസി ആയിട്ട് മാറ്റേണ്ടി വരും. കാരണം വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റിയണ പാർട്സ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തതാണ്. ഇതെൻ്റെ മാറ്റിയേക്കണ ആയിട്ടാണ്. നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറയുമ്പോഴത്തേക്കും കിറ്റായിട്ടാണ് നമുക്ക് വരാം. സിലിണ്ടർ പിസ്റ്റൺ വരും, പിസ്റ്റൺ റിങ് കാര്യങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡിനകത്ത് വരുന്ന വാൽവ് ഐറ്റംസ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ് മാറ്റിയിട്ടുണ്ട്. ക്യാം ചെയിൻ, എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ചെയിൻ, അതിൻ്റെ പാഡ് സെറ്റ് മാറ്റിയിട്ടുണ്ട്. ടെൻഷനറൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലഗ്, പെട്രോൾ പൈപ്പ്, ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. ഇത് വലിയ പഴക്കമില്ലാത്ത എയർ ഫിൽറ്ററാണ്, പക്ഷേ കമ്പനി ഫിൽറ്ററല്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് എയർ ഫ്ലോ കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിലേക്ക് കരിയുടെ അളവ് കൂടുതൽ വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി പാഴ്പണി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിലുണ്ടായില്ല അതിനകത്ത്. പിന്നെ സെൽഫ് മോട്ടർ നമ്മൾ റിപ്പയർ ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ നമ്മളുടെ വണ്ടിയിൽ ഇരുന്ന മോട്ടറിൻ്റെ അവസ്ഥ ഇതാണ്. മോട്ടർ ഫുള്ളായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ആർമേച്ചർ ഇവിടെയൊക്കെ ഫുള്ള് തേമാനം വന്നു പോയേക്കാം, നല്ല രീതിയിൽ തേഞ്ഞേക്കണാണ്. ജസ്റ്റ് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആർമേച്ചർ നമുക്ക് ഒരിക്കലും നമ്മൾ എങ്ങനെ ചെയ്താലും റിപ്പയർ ചെയ്ത് കിട്ടാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ആയിപ്പോയി. ഈ സൈഡൊക്കെ തേമാനം വന്നാലുണ്ട്, കത്തിയേക്കണ പോലെയൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടർ വേറെ ഒരെണ്ണം സെക്കൻഡ് പോയി നമ്മൾ അറേഞ്ച് ചെയ്തു. കാരണം വെച്ചാൽ പുതിയത് വരുമ്പോഴത്തേക്ക് ഏകദേശം 2000 ചില്ലാൻ്റെ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം പോയി എടുത്തു, അത് സർവീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 500 രൂപയാണ് നമുക്ക് സെക്കൻഡ് എടുത്തപ്പോൾ വന്നത്. നല്ല മോട്ടർ കിട്ടിയാലും കൊണ്ട് എടുത്താണ്. അപ്പോൾ അത് മാറ്റി, അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പുതിയത് വയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം 12,000 രൂപ മുകളിൽ നമുക്ക് ചിലവുണ്ട്. ഇതൊരു 500 രൂപ ഐറ്റം കിട്ടി. പിന്നെ അതിൻ്റെ ബ്രഷ് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ സർവീസ് ചെയ്ത് എടുത്തു. അപ്പോൾ പുതിയ മോട്ടറിൻ്റെ അതേ കണ്ടീഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മളങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ മെക്കാനിസം മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 89,900 നിന്നേക്കണേ. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ തുടങ്ങുമ്പോൾ 0 എന്നായിരിക്കും കൗണ്ട് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ അത് ആ രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ എന്ന കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ്. ഇത് രണ്ടും നമ്മുടെ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാക്യൂം പിസ്റ്റൻ്റെ ഉള്ളിൽ തന്നെ സ്പ്രിങ് ഒക്കെ ഓൾറെഡി കട്ട് ചെയ്തൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഫ്ലോട്ട് വാൽവ് നമ്മൾ മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ഫ്ലോട്ട് വാൽവ് മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത്ര പെർഫെക്റ്റ് അല്ല, കാർബറേറ്ററിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. തന്നെയല്ല നമുക്ക് വണ്ടി ട്യൂണിങ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതായത് കറക്റ്റ് റേസിങ്ങിൽ വണ്ടി നിൽക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തിട്ട് ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ റേസിങ് കയറിയതിന് ശേഷമൊക്കെയാണ് കുറഞ്ഞു വരുള്ളൂ. അത് നമ്മൾ എങ്ങനെ ട്യൂൺ ചെയ്ത് നോക്കിയിട്ടും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതിപ്പോൾ കാർബറേറ്ററിൻ്റെയാണ് അതിൻ്റെ മെയിൻ വന്ന പ്രോബ്ലം. അപ്പോൾ അത് കൂടുതലായിട്ട് പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നല്ല കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക എന്ത് ചെയ്യാനാണ് പറ്റുള്ളൂ. അതേപോലെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് അത് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. അതിപ്പോൾ നിലവിൽ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റാണ് ഇപ്പോൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് വാറണ്ടിയുടെ ഇതിനകത്തൊന്നും ചെയ്യാൻ വരില്ല. നമുക്ക് ബാക്കിയത്തെ നമ്മൾ ചെയ്തേക്കുന്ന വർക്കുകൾ സിലിണ്ടർ പിസ്റ്റൺ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് വർക്കുകൾക്കാണ് നമുക്ക് വാറണ്ടി നമ്മൾ പറയണത്. അത് നമുക്ക് ഓരോ 4 മാസം കൂടുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ സർവീസ് ജനറലായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുണ്ടാവണം.
കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സർവീസ് പീരീഡ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ജനറലായിട്ടുള്ള സർവീസ് നിർബന്ധമായിട്ട് ചെയ്യണം. അതിനകത്ത് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കണം, ഓയിൽ പമ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്, സൗണ്ടിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസ് 4 മാസം കൂടുമ്പോൾ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഓരോ 3000 കിലോമീറ്റർ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസുകൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡോമീറ്റർ അസംബ്ലി റെഡിയാക്കി ഇടാൻ പറഞ്ഞതിൻ്റെ കാരണം. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 1 തുടങ്ങിയേക്കണേ. അപ്പോൾ അടുത്ത 3000 കിലോമീറ്ററിൽ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഓയിൽ മാറ്റിയാൽ മതി. പക്ഷേ നമുക്ക് സർവീസ് 4 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ നല്ല ഓട്ടമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 മാസം കൊണ്ടൊക്കെ 3000 ആവും. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ സർവീസ് ചെയ്യണമെന്നില്ല. സർവീസ് 4 മാസം കൂടുമ്പോൾ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അതാണ് അതിൻ്റെ വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. അത് പ്രത്യേകം നോക്കിക്കോണം. കൃത്യമായിട്ട് നമുക്കത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ. അപ്പോൾ സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട് ആ ചെയ്തേക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വർക്ക് എന്തെങ്കിലും അതിന് നമുക്ക് വാറണ്ടി കിട്ടാം. നിലവിൽ നമ്മൾ വണ്ടി ഫസ്റ്റിലത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം നമുക്ക് വണ്ടിയുടെ എഞ്ചിനിൽ ഓയിൽ ഉണ്ടായില്ല. നേരെ മറിച്ച് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന് നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് വേരിയേഷനൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൗണ്ട് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സിലിണ്ടറിൻ്റെ പിസ്റ്റൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടല്ല ആ പ്രോബ്ലം വരാം, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയതുകൊണ്ട് കേട്ടോ. വരാനായിട്ടുള്ള സാധ്യത 99% കുറവാണ്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വാറണ്ടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ക്രാങ്കിൻ്റെ ഭാഗത്തേക്കൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. സിലിണ്ടറിൻ്റെ ഇതിവിടം തുടങ്ങി മുകളിലേക്ക് വന്ന ഭാഗങ്ങളാണ് റിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ വരുന്ന ഒരു പ്രോബ്ലം കൊണ്ട് വരുന്ന ഡാമേജ് നമുക്ക് അതിനകത്ത് അലോ ചെയ്യാനായിട്ട് പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത 99% കുറവാണ്, പ്രത്യേകിച്ച് യൂണിക്കോണിൻ്റെ കേസിൽ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കംപ്ലയിൻറ്റ്സുകൾ ശ്രദ്ധിച്ചോളാം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കേസ് ശ്രദ്ധിക്കുക. അത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണ്. മിസ്സിങ്ങിൻ്റെ കേസ് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. പിന്നെ സെൽഫ് മോട്ടറൊക്കെ ഓൾറെഡി പക്ക ക്ലിയർ ആയിട്ടുണ്ട്. നിലവിൽ പുതിയതിൻ്റെ അതേ ഒരു പെർഫോമൻസിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിയത്തെ മെയിൻ്റനൻസ് ഒക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിൽ ഏകദേശം ഒരു 500-600 വ്യത്യാസം നമുക്ക് എന്തെങ്കിലും വരും. കാരണം അത് നമുക്ക് സെൽഫ് മോട്ടർ അടക്കം പർച്ചേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ചിലവിൽ അതങ്ങോട്ട് കഴിഞ്ഞ് പൊക്കോളും കേട്ടോ. ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബില്ല് ആയി കഴിയുമ്പോൾ വിളിച്ചോളാം, കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി വെച്ചേക്കാം. അതേപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ വീഡിയോ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ പോലും നമുക്ക് അതിൻ്റെ വാറണ്ടിയുടെ ആ ഫോമിലേക്ക് നമുക്ക് കയറാൻ ലിങ്ക് ഇട്ടുണ്ടാവും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനും ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ.